ഡോക്ടർ മഞ്ജു കമൽ, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, അപ്പോളോ അഡ്ലിക്സ് ഹോസ്പിറ്റൽ അംഗമായി. വൃക്കരോഗങ്ങളും വൃക്കരോഗികളും കാര്യമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ഒരു സംശയം, ഇന്നത്തെ ആധുനിക ജീവിതശൈലിക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണത്തിൽ ഇപ്പോൾ കാര്യമായ ഒരു വർധന കാണും. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹം അഥവാ ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബീസിറ്റി അഥവാ അമിതവണ്ണം, ഹാർട്ട് റിലേറ്റഡ് കാർഡിയാക് ഡിസോർഡേഴ്സ്, ഇതൊക്കെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ഇവയെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ലോകമെമ്പാടും കണക്കുകൾ പരിശോധിച്ചാൽ ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ കിഡ്നി അസുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡയബറ്റീസ് ആണ്. പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ പ്രമേഹവുമായി ബന്ധപ്പെട്ട കിഡ്നി അസുഖത്തിന്റെ എണ്ണവും സ്വാഭാവികമായിട്ട് വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ വർധന കിഡ്നി അസുഖങ്ങളുടെ വർധനയ്ക്ക് കാരണമാകുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പ്രധാനപ്പെട്ട ഇതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണക്രമമാണ്. ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ പലപ്പോഴും നാം വളരെ പ്രോസസ്ഡ് ആയ ഫുഡ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് അമിതമായ ഉപ്പ്, അമിതമായ പഞ്ചസാര അഥവാ ഷുഗർ, പ്രിസർവേറ്റീവ്സ്, ഇതിന്റെയൊക്കെ അളവ് കൂടുതലാണ്. എന്നാൽ നമുക്ക് വേണ്ടുന്ന പോഷകങ്ങൾ ഇതിനകത്ത് കുറവാണ്. ന്യൂട്രിറ്റീവ് വാല്യൂ ഈ ഫുഡിൽ കുറവാണ്. ഫൈബർ കണ്ടന്റ് കുറവാണ്. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനത്തെ ഇത് അഫക്ട് ചെയ്യാം. നമ്മുടെ മെറ്റബോളിക് പ്രൊഫൈലിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ഒബീസിറ്റി ഇതിനൊക്കെ കാരണമാകാം. അതേമാതിരി തന്നെ വ്യായാമം, നമ്മള് ഒരു റെക്കമെൻഡഡ് വീക്ക്ലി വ്യായാമം പറയുന്നത് 150 മിനിറ്റോളം മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റിയാണ് ഒരു ആഴ്ച ഒരു മനുഷ്യൻ റെക്കമെൻഡഡ് ആയിട്ട് പറയുന്നത്. നമ്മളുടെ ടോളറൻസ് ലെവൽ അനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. പക്ഷെ എഗെയിൻ ഈ ഫാസ്റ്റ് ലൈഫിൽ നമുക്ക് പലപ്പോഴും ഇന്ന് സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും ഡെസ്ക് ജോബ്സ് ആണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ശീലം നമുക്ക് അമിതവണ്ണവും ഒബീസിറ്റിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കോംപ്ലിക്കേഷൻസും, കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുക, ഷുഗർ ഇൻക്രീസ് ചെയ്യുക തുടങ്ങിയ പ്രോബ്ലംസിന് കാരണമാകുന്നത്. പിന്നെ ഒരു ആള് ഒരു ദിവസം അഡിക്വേറ്റ്ലി ഹൈഡ്രേറ്റഡ് ആവണം. ആവശ്യത്തിനുള്ള വെള്ളം, ജലാംശം ഒരു ശരീരത്തിൽ ലഭിക്കണം. ഇത് വൃക്കയുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോൺസ് ഫോം ചെയ്യാതിരിക്കാനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഇത് നമ്മൾ അഡിക്വേറ്റ് ആയിട്ട് വെള്ളം കഴിക്കുന്നതിന് തന്നെ പലപ്പോഴും ഈ ഷുഗർ ഡ്രിങ്ക്സ്, കോളാസ്, ജ്യൂസസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നു. ഇവയുടെ ഉപയോഗവും നമുക്ക് ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ ഇല്ലാത്ത എംപ്റ്റി കാലറീസ് മാത്രമാണ് തരുന്നത്. ഇത് നമ്മുടെ ഹെൽത്ത് കോൺസിക്വൻസസ് ഉണ്ടാകാവുന്ന ഒരു ശീലമാണ്. പിന്നെ അടുത്ത ഉറക്കമാണ്. ഒരു മനുഷ്യന് വളരെ സൗണ്ട് ആയിട്ട് ഒരു 7 മുതൽ 8 മണിക്കൂർ സ്ലീപ്പ് ഡെയിലി ആവശ്യമാണ്. പക്ഷെ എഗെയിൻ നമ്മൾ TV വാച്ച് ചെയ്തു, ബാക്കിയുള്ള ഡിജിറ്റൽ മീഡിയയിലും ഒക്കെ ഹുക്ഡ് ആയിട്ട് പലപ്പോഴും നമുക്ക് ഇത്രയും സമയം ഉറക്കം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് പോകെ നമുക്ക് രക്താതി സമ്മർദ്ദം, ഷുഗർ സ്പൈക്സ് ഇതിനൊക്കെ കാരണമാകും. പിന്നെ ഇന്നത്തെ മോഡേൺ ലൈഫ് സ്റ്റൈൽ പലപ്പോഴും നമുക്ക് സ്ട്രെസ് വളരെ കൂടുതലാണ്. ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലാതെ ആയിരിക്കാം. ഈ സ്ട്രെസ് ലെവൽസിന്റെ അല്ലെങ്കിൽ ഈ സ്ട്രെസ്സും നമ്മുടെ ഹെൽത്തിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാവുന്നതാണ്. BP-യിലുള്ള ഫ്ലക്ച്വേഷൻസിനൊക്കെ ഇത് കാരണമാണ്. പിന്നെ അടുത്തൊരു കാര്യം അഡിക്ഷൻസ് ആണ്. പുകവലി, മദ്യപാനം തുടങ്ങിയ അഡിക്ഷൻസ്, അവയുടെ ഹെൽത്ത് ഇമ്പാക്ട്സ് വളരെ മോശമാണ്. അത് എല്ലാ ഓർഗൻസിനും നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. കിഡ്നിയെ ഇത് ബാധിക്കാവും. എസ്പെഷ്യലി സ്മോക്കിംഗ് ആണ് ലോങ് ടേം കിഡ്നിക്ക് മോശമായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള അനാരോഗ്യകരമായ ജീവിതശൈലികൾ മാറ്റിയിട്ട് ആരോഗ്യകരമായ ജീവിതശൈലികൾ നമ്മൾ നമ്മുടെ ഡെയിലി റൂട്ടീൻ ഇൻക്ലൂഡ് ചെയ്താൽ അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനും ഓർഗൻ ഹെൽത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മുടെ വേൾഡ് കിഡ്നി ഡേ റൗണ്ട് ദ കോർണർ അതിന്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആർ യു കിഡ്നീസ് ഓക്കെ. നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ കിഡ്നിയുടെ ഹെൽത്തിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യാം. ബിക്കോസ് കിഡ്നി ഡിസീസ് പലപ്പോഴും അതിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജ് വരെ സൈലന്റ് ആണ്. അപ്പോൾ ഏർലി ആയിട്ട് ഇത് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തിട്ട് കിഡ്നി ഓക്കെ ആണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എസ്പെഷ്യലി റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ, ഏജ് ഉള്ളവരൊക്കെ ഇത് ചെയ്യുക. ഒരു ഹെൽത്തി റുട്ടീൻ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫും ഓർഗൻ ഹെൽത്തിനും വളരെ ഉപയോഗകരമായിരിക്കും. താങ്ക് യു.